1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് പ്രവേശനം. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്ന സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ. ഒരു 40 വർഷത്തിന് ശേഷമാണ് 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുന്നത് നേറ്റീവ് 3D ഷോർട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. അപ്പം അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ സൗണ്ട് സ്റ്റേറ്റ് എല്ലാം. അപ്പം അങ്ങനെ ഒരു മനസ്സോടുകൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പം അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ല അങ്ങനെ ഈ സിനിമ എടുക്കാനില്ല. പെട്ടെന്ന് ഉള്ള പാനുകൾ, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നാസിയ ഉണ്ടാകാം, ഡിസോർഡർ ഉണ്ടാകാം. അതുകൊണ്ട് കാണികൾ വ്യൂവേഴ്സിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ, പിന്നെ സന്തോഷികളാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ? കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ലിഡിയൻ ബാലകൃഷ്ണനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് ചെറുപ്പക്കാരനായ ഏകദേശം 13 വയസ്സുണ്ട്. ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ പിടിച്ചിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് എനിക്കങ്ങനെ വലിയ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു വിയോഗം പോലെ പെട്ടതാണ്. നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം. എൻ്റെ സിനിമ തുടങ്ങിയിരിക്കുന്ന നവോദയയിൽ നിന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷൻ തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട വേറൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് വളരെ റെയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 40 വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം. എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിന് നമുക്ക് വളരെയധികം ആൾക്കാർ കൂടെ ഉണ്ടായി. ആ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് മിസ്റ്റർ PK രാജീവ് കുമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ അതിലെ പാട്ട്, അതിലെ ഷോട്ട്, പിന്നെ നമ്മൾ ആ മ്യൂസിക്കിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഷോട്ട് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളം കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകും. അങ്ങനെ എല്ലാം അതാത് ഭാഷയിൽ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്, അല്ലെങ്കിൽ റഷ്യൻ, ഇങ്ങനെയൊക്കെ. ഇതിലധികം ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ കുറവാണ്. ആക്ടേഴ്സാണ്.